എങ്ങനെയാണ് ഇതുപോലെ മൗസ് പോയിന്റ് മൗസ് കഴ്സർ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ. അതുപോലെ തന്നെ ഇത് കാണാൻ സാധിക്കും. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മൗസ് പോയിന്റ് എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം, ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മളുടെ ആദ്യം ഇടത്തെ സൈഡിലെ സ്റ്റാർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് സ്റ്റോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സെലക്ട് ചെയ്യുക. പിന്നീട് വരുന്ന സ്ക്രീൻ ഇതുപോലെയാണ്. ഇവിടെ മൗസ് പോയിന്റർ ഹൈലൈറ്റർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ കുറെ ആപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ചിലതൊക്കെ പെയ്ഡ് ആണ്. അപ്പൊ ഫ്രീ ആയിട്ടുള്ളത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ നമ്മൾ സ്റ്റാർ റേറ്റ് നോക്കിയിട്ടാണ്, 4.3 ഉണ്ട്. അപ്പൊ ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഗെറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ സ്റ്റാർട്ടിങ് ഡൗൺലോഡിംഗ് എന്ന് കാണിക്കും. ഇതിപ്പം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മളിവിടെ മിനിമൈസ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ഓപ്ഷനിൽ പോവുക. അത് കഴിയുമ്പോൾ ഇവിടെ ഇതുപോലെ കാണിക്കും, മൗസ് ഹൈലൈറ്റ് എന്ന് കാണിക്കും. അപ്പൊ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതുപോലെയാണ് ഒരു സ്ക്രീൻ വരിക. അപ്പൊ ഓൾറെഡി നമ്മുടെ മൗസിന് ചുറ്റും, മൗസ് കഴ്സറിന് ചുറ്റും ഒരു റൗണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ മൗസ് ഹൈലൈറ്റ് സൈസ് എന്നുള്ളത് കാണിക്കും. ഇവിടെ ഓൾറെഡി 30 ആണ് കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് മാറ്റി നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പൊ 50 കൊടുക്കുമ്പോൾ അതനുസരിച്ച് ഇതിന്റെ വലിപ്പത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഒപ്പാസിറ്റി, ഇതിന്റെ ഗാഢത എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാ വേണ്ടതെന്നുള്ള അത് മാറ്റാനുള്ള സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിപ്പോ ഓൾറെഡി 127 ആണ് കിടക്കുന്നത്. നമുക്കൊരു 160 ഒന്ന് കൊടുത്തു നോക്കാം. നല്ല ഗാഢമായ അടുത്ത വട്ടമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ചോപ്പ് സെലക്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും. ഓക്കെ കൊടുത്തു നോക്കാം. അപ്പൊ ഇത് ചോപ്പ് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ഹൈലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കളർ വരുന്നുണ്ടല്ലേ. ഇപ്പൊ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഒരു ചുവന്ന കളറുടെ കടുത്ത കളർ വരുന്നുണ്ടല്ലേ. അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അത് ക്ലിക്ക് ഹൈലൈറ്റ് എന്നൊരു ഓപ്ഷൻ. ഇവിടെ സൈസ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന സൈസ് 20 ആണ്. അതിന്റെ ഒപ്പാസിറ്റി, അതിന്റെ ഗാഢത 127 ആണ്. ഡിസ്പ്ലേ ടൈം 800 മില്ലി സെക്കൻഡ് ആണ്. അത്രയും സമയം അതിങ്ങനെ കാണിക്കും എന്നുള്ളതാണ്. അപ്പൊ കളർ ഇവിടെ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സെലക്ഷൻ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കളർ വരും. അപ്പൊ ഞാൻ ഇവിടെ ഒരു മഞ്ഞ കൊടുത്ത് നോക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ കളർ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കണം. അത് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ മഞ്ഞ കളർ വരും. നമ്മൾ ഇതുപോലെ കളറും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മിനിമൈസ് ചെയ്തിടുകയാണ് ചെയ്യുക. നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിങ്സ് പോകും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ വീണ്ടും ഇവിടെ പോയി ഇതുപോലെ സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച അതേ സെറ്റിങ്സ് വീണ്ടും ഓൺ ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഇതുപോലെ മിനിമൈസ് ചെയ്തിടുക. ക്ലോസ് ചെയ്യുമ്പോൾ പോകുന്നറിയുക.